പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രയാങ്കിൾസിൻ്റെ ടോപ്പിക്കാണ്. ലാസ്റ്റ് പാർട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്താ പഠിച്ചത്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആൻഡ് കോൺവേഴ്സ് BPT. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അതിൽ വരുന്ന സെക്കൻഡ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചു ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്, SSS, AA ക്രൈറ്റീരിയ, SAS ക്രൈറ്റീരിയ. ദെൻ മിഡിൽ ഒരു പാർട്ട് ഡിലീറ്റഡ് ആണ്. ദെൻ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കടന്നു. പൈത്തഗോറസ് ആൻഡ് കോൺവേഴ്സ് പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് ആൻഡ് കോൺവേഴ്സ് പൈത്തഗോറസ് തിയറം. ദെൻ ആ തിയറം പഠിക്കുന്നത് നമുക്കറിയാമല്ല. തിയറത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്ത് പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദി ഹൈപ്പോട്ടനസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ക്വയർ ഓഫ് ദി ഹൈപ്പോട്ടനസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന. പക്ഷെ അതിൻ്റെ പ്രൂഫ് പഠിക്കുന്നത് 10th ആ പ്രൂഫ് ഇപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൂഫില്ലാതെ സാധനങ്ങൾ അതുവരെ പഠിച്ചത്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോഴാണ് അതിൻ്റെ പ്രൂഫ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കുക, ഒരു കൊറോളറി സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കുക. നോട്ട് എന്ന് പറഞ്ഞ് വെച്ചാൽ മതി. നോട്ട്: ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് drawn from the vertex of the right angle, if a perpendicular is drawn from the vertex of the right angle of a right triangle to the hypotenuse, then triangles on both sides of the perpendicular are similar to the whole triangle and to each other. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ആ തിയറത്തിന് ഇപ്പോൾ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഫിഗർ മാത്രം ഒന്ന് കാണിച്ചാൽ മതി. ABC triangle, right angled at B, BD is perpendicular to AC. ഹൈപ്പോട്ടന്യൂസിന് പെർപെൻഡിക്കുലറായി വരച്ചു. ABC is right triangle, B is right angled, AC is hypotenuse, then BD is perpendicular to AC. Then പറയുന്നത് triangle ADB similar to triangle ABC. ABCക്ക് സിമിലർ ആണ്. സ്മോളർ ട്രയാങ്കിൾ ടു സിമിലർ ലാർജർ ട്രയാങ്കിൾ. ദെൻ ട്രയാങ്കിൾ BDC സിമിലർ ട്രയാങ്കിൾ ABC. BDC സിമിലർ ടു ട്രയാങ്കിൾ ABC. അപ്പോൾ അവിടെ ADB സിമിലർ ടു ABC, BDC സിമിലർ ടു ABC. അങ്ങനെയാണ് ഈ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾസ് എന്തായിരിക്കും? സിമിലർ. ADB സിമിലർ ട്രയാങ്കിൾ BDC. അപ്പോൾ നമുക്കറിയാം. ഇവിടെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ADB സിമിലർ ABC കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആംഗിളെ കോമൺ. ADBയിൽ ആംഗിളെ ഉണ്ട്, ABCയിൽ ആംഗിളെ ഉണ്ട്. ദെൻ ആംഗിൾ ABC 90, ആംഗിൾ ADB 90. 2 angles are equal, triangles are similar. ദെൻ BDC 90, ABC 90. Angle C common. Then 2 angles are equal, triangles are similar. ADB similar to ABC, BDC similar to ABC. Therefore ADB similar, BDC. കുഞ്ഞ് രണ്ടും എന്താണ്? ഈ സിമിലർ ആയിട്ട് കൺവേർട്ട് ചെയ്തു, സിമിലർ ആയിട്ട് മാറി. ഈ ഒരു തിയറം പ്രൂഫൊന്നും ചോദിക്കത്തില്ല. ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് അവിടെ വെക്കുക. ഇത് വേണം നമുക്ക് പൈത്തഗോറസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എഴുതി വെക്കുക. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം വെർട്ടെക്സ്, അല്ലേ? വെർട്ടെക്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ടു ഹൈപ്പോട്ടന്യൂസ്. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് പെർപെൻഡിക്കുലർ. രണ്ട് സൈഡിൻ്റെയും പെർപെൻഡിക്കുലറിന് രണ്ട് സൈഡിലും വരുന്ന ട്രയാങ്കിൾ രണ്ടും ഈ സിമിലറാണ്. ലാർജർ ഹോൾ ട്രയാങ്കിളുമായിട്ട് സിമിലറാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ADB സിമിലർ ടു ABC, BDC സിമിലർ ടു ABC, ADB സിമിലർ ടു BDC. സ്മോളർ ലാർജർ, സ്മോളർ. ഓക്കെ. ദെൻ അടുത്ത സൈഡിൽ എഴുതി വെക്കുക പൈതഗോറസ് തിയറം. എല്ലാവരും എഴുതി വെച്ചാട്ടെ.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. പൈതഗോറസ് തിയറം എന്ന് എഴുതി വെക്കുക എല്ലാവരും. ഗോറസ് തിയറം എഴുതി വെക്കുക. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ square of the hypotenuse is equal to sum of the squares of the other two sides. Square of the hypotenuse is equal to sum of the squares of the other two sides. ഫിഗർ വരയ്ക്കുക. ബി 90 ഡിഗ്രി. എല്ലാവരും ഫിഗർ വരച്ചാട്ടെ. ഇതൊരു കൺസ്ട്രക്ഷനായിട്ട് കാണിച്ചാൽ മതി. ബി ഡി എല്ലാവരും ഫിഗർ വരച്ചാട്ടെ. അപ്പോൾ ഒരു തിയറത്തിന് എന്തൊക്കെ വേണം? ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് വേണം, കൺസ്ട്രക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണം, ടു പ്രൂവ് സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഫിഗർ വേണം. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ വരച്ചു എല്ലാവരും. ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി, then BD is construct BD perpendicular to AC. Given statement എഴുതി വെക്കുക. A right triangle ABC right angled at B. A right triangle ABC right angled at B. അതാണ് given statement. Then construction എഴുതി വെക്കുക. Draw perpendicular line BD to AC. തേർഡ് കൺസ്ട്രക്ഷൻ എഴുതി വെച്ച് ടു പ്രൂവ് എന്താ വരിക? എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സ്ക്വയർ ഓഫ് ദി അതർ ടു സൈഡ്സ്. ഇനി പ്രൂഫിലേക്ക് കിടക്കുക. എല്ലാവരോടും ശ്രദ്ധിക്കുക. Then consider triangle ADB and triangle ABC. These two triangles are similar by theorem. നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന കൊറോളറി ഓർ തിയറ പ്രകാരം ഇത് സിമിലർ ആണെന്നറിയാലോ. ADB similar to ABC. Triangle ADB similar to triangle ABC by theorem എന്ന് എഴുതി വെക്കുക. by theorem. Then corresponding parts are proportion ആയിരിക്കുമല്ലോ. AD by AB equal DB by BC equal AB by AC. ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അല്ലെങ്കിൽ സിമിലാരിറ്റി ആംഗിൾ മാച്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് എഴുതാൻ വളരെ ഈസിയാണ്. AD ഫസ്റ്റ് സെക്കൻഡ് AD, AB ഫസ്റ്റ് സെക്കൻഡ് AD by AB, സെക്കൻഡ് തേർഡ് DB, സെക്കൻഡ് തേർഡ് BC DB by BC, ഫസ്റ്റ് തേർഡ് AB, ഫസ്റ്റ് തേർഡ് AC. ആംഗിൾ മാച്ച് ചെയ്തിട്ട് സിമിലർ പറയുകയാണെങ്കിൽ, സിമിലറായിട്ട് എഴുതുകയാണെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് നോക്കി തന്നെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക. AD by AB ഈക്വൽ DB by BC ഈക്വൽ AB by AC. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എടുക്കുക. ഫസ്റ്റും തേർഡും. ഫസ്റ്റ് തേർഡ് എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. AB ഇൻറ്റു AB എത്രയാണ് മക്കളെ വരിക? AB സ്ക്വയർ. AD ഇൻറ്റു AC അങ്ങനെ വെച്ചു. AD ഇൻറ്റു AC ഇക്വേഷൻ നമ്പർ 1 എന്ന് വെച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക. Consider triangle ADB and triangle ABC. ADB similar to ABC. Then corresponding parts are proportion. AD by AB equal DB by BC equal AB by AC. Taking first and third relation, cross multiplication we get. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ആൻഡ് തേർഡ് എടുത്തത്? AB നമുക്ക് ആവശ്യമുണ്ട്. AB സ്ക്വയർ വേണം. അപ്പോൾ AB ഇൻറ്റു AB AB സ്ക്വയർ ആവുള്ളൂ. AB square is equal to AD into AC equation number 1. Then അതേമാക്കിയാണ്. Then next അപ്പോൾ എല്ലാവർക്കും ഐഡിയ പിന്നെ വന്നു. Consider triangle BDC. Consider triangle BDC and ABC. BDC and ABC. Consider triangle BDC and ABC. Then BDC similar to ABC by theorem.
ട്രയാങ്കിൾ ബി ഡി സി സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി ബൈ തിയറം. തിയറപ്രകാരം സിമിലർ ആയിട്ട് മാറി. ദെൻ കറസ്പോണ്ടിങ് പാർട്സ് എഴുതുക. ബി ഡി ബൈ എ ബി സീക്വൽ ഡി സി ബൈ ബി സി സീക്വൽ ബി സി ബൈ എ സി. കറസ്പോണ്ടിങ് പാർട്സ് ആർ പ്രപ്പോർഷൻ. സെക്കൻഡ് ആൻഡ് തേർഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ബി സി ഇൻറ്റു ബി സി, ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി ഇൻറ്റു ഡി സി, എ സി ഇൻറ്റു ഡി സി. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എ ബി സ്ക്വയറും വേണം, ബി സി സ്ക്വയറും വേണം. അപ്പോൾ 2 ഇക്വേഷൻ ഫോം ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ട്രയാങ്കിൾ എ ഡി ബി and ABC similar, corresponding parts cross multiplication, we get first equation. Then triangle BDC and ABC similar, corresponding parts proportion, cross multiplication, we get second equation. Adding 1 and 2. Equation 1 equation 2 കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, എൽ എച്ച് എസ് ആഡ് ചെയ്തു. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു എ സി പ്ലസ് എ സി ഇൻറ്റു ഡി സി. റൈറ്റ് സൈഡ് ആഡ് ചെയ്തു, ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു കോമൺ സൈഡ് എ സി ടേക്കിംഗ് ഔട്ട്സൈഡ്, എ ഡി പ്ലസ് ഡി സി ഇൻസൈഡ്. The next line AB square plus BC square equal to AC. AD plus DC join, we get AC. AC into AC. Then AB square plus BC square equal to AC square. AB square plus BC square equal to AC square. Then hence proved Pythagoras theorem. AB square plus BC square equal to AC square. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ. എന്തൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇൻ ട്രയാങ്കിൾ എ ഡി ബി ആൻഡ് എ ബി സി സിമിലർ, കറസ്പോണ്ടിങ് പാർട്സ് പ്രപ്പോർഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇക്വേഷൻ നമ്പർ 1. ഇൻ ബി ഡി സി ആൻഡ് എ ബി സി കറസ്പോണ്ടിങ് പാർട്സ് ആർ പ്രപ്പോർഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, വി ഗെറ്റ് ഇക്വേഷൻ നമ്പർ 2. ആഡിങ് 1 and 2. എൽ എച്ച് എസ് ആഡ് ചെയ്തു, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ആർ എച്ച് എസ് ആഡ് ചെയ്തു, എ സി ടേക്കിംഗ് ഔട്ട്സൈഡ്, എ ഡി പ്ലസ് ഡി സി ഇൻസൈഡ്, എ ഡി പ്ലസ് ഡി സി വി ഗെറ്റ് എ സി ഇൻറ്റു എ സി സ്ക്വയർ. ദെയർഫോർ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. വെരി ഗുഡ്. അപ്പോൾ വളരെ വൃത്തിയായിട്ട് ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കണം. ആ കൊറോളറി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് തീറത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു സാധനമാണ്. പിന്നെ ചില പ്രോബ്ലത്തിന് ആവശ്യമുള്ളതാണ്. അതിന് പ്രൂഫ് ഒന്നും നമുക്ക് ചോദിക്കാറില്ല. പ്രൂഫ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു കേസ് തന്നെ, 2 ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാംഗിൾസ് ആർ സിമിലർ, അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. ഇനി അവ പൈത്തഗോറസ് തിയറം വളരെ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്തു. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ സ്ക്വയർ ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി other 2 sides. In a right triangle, square of the hypotenuse is equal to sum of the squares of the other 2 sides. അത് വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് ഓഫ് പ്രൂഫ് വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഇനി 1-2 ജസ്റ്റ് പ്രോബ്ലംസ് ആണ്, ചെറിയ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ആ പാർട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിച്ചിട്ട് ഇതിൻ്റെ കോൺവേഴ്സിലേക്ക് നമ്മൾ പൈതഗോറസ് തിയറം, അതിൻ്റെ കോൺവേഴ്സ് പൈതഗോറസ് തിയറം കൂടി ഉണ്ട്. ഇതിലെ കുറച്ച് പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോൺവേഴ്സിലേക്ക് കിടക്കാം. ജസ്റ്റ് ഒന്ന് എഴുതാം. സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആർ ഗിവൺ ബിലോ. Sides of triangles are given below. Full stop. Determine which of them are right triangle. Which of them are right triangle? Question mark. In case of a right triangle, write the length of its hypotenuse. ഫസ്റ്റ് വൺ പറയുന്നത്
7, 24, 25. 7, 24 cm, 25 cm, 3, 6, 8. രണ്ട് ക്വസ്റ്റ്യനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, 7 cm, 24 cm, 25 cm, the given sides of triangle right angle or not എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 49, 24 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 576, 25 square that's equal to 625. Then square of 7 square is equal to 49, 24 square is equal to 576, 25 square equal to 625. Sum of the squares of two sides 49 plus 576 that's equal to 625. 625 is equal to 625. 7 square plus 24 square is equal to 25 square. Sum of the squares of two sides equal to square of the larger side. Therefore, the given sides are right angled triangle. Then hypotenuse equal to 25. What is the hypotenuse? Largest side of the right triangle is called hypotenuse. Therefore, 25 is the hypotenuse. 25 is the hypotenuse. Then second case നോക്കൂ മക്കളെ, 3 square 9, 6 square 36, 8 square 64. 36 plus 9, 36 plus 9 is equal to 45. 45 is not equal to 64. 3 square plus 6 square not equal to 8 square. Therefore, the given sides of triangle not a right angled triangle. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ അല്ല. ഇതിനെന്തില്ല? ഇതിന് കോമൺ ഡിഫറൻസ് ഇതിന് ഹൈപ്പോട്ടന്യൂസ് ഇല്ല. ഹൈപ്പോട്ടന്യൂസ് ഇല്ലാത്ത കേസ് എന്തുകൊണ്ടാണ്? റൈറ്റ് ട്രയാങ്കിൾ അല്ല. റൈറ്റ് ട്രയാങ്കിൾ അല്ലാത്തതിനോട് ഹൈപ്പോട്ടന്യൂസ് ഇല്ല. റൈറ്റ് ട്രയാങ്കിൾ അല്ലാത്തതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് ഇല്ല. അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ചെറിയ എക്സാമ്പിൾസ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ എന്നുള്ള ഒരു കേസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. റൈറ്റ് ട്രയാങ്കിൾ ആണോ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഓക്കെ, അത് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ എല്ലാവരും. ABC is an isosceles triangle right angled at C. ABC is an isosceles triangle right angled at C. Prove that AB square equal to 2AC square. AB square is equal to 2AC square. ഇവിടെ ശ്രദ്ധിക്കുക, ABC is a isosceles triangle right angled at C. സിയിലാണ് റൈറ്റ് ആംഗിൾ ആയിട്ടുള്ളത്. എ സി ഈക്വൽ ടു ബി സി. ഐസോസലസ് പറയുമ്പോൾ ടു സൈഡ്സ് ഈക്വൽ ആണ്. എ സി ഈക്വൽ ടു ബി സി. ദെൻ പൈത്തഗോറസ് എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ദെൻ എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ബി സി എന്തായിരിക്കും വരിക? എ സി തന്നെയാണ് വരിക. എ സി സ്ക്വയർ. ദെൻ എ ബി സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ട്രയാങ്കിൾ എ സി ബി അല്ലെങ്കിൽ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് സി ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾഡ് അറ്റ് സി എ സി ഈക്വൽ ടു ബി സി. ദെൻ പൈത്തഗോറസ് തിയറം എ ബി സ്ക്വയർ is equal to എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ദെൻ എ സി ഈക്വൽ ടു ബി സി. എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. ദാറ്റ് ഈസ് എ ബി സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ. കറക്റ്റ് ആണല്ലോ? റെഡി ആണല്ലോ? റെഡി. അത് കറക്റ്റാണ്. അതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസും ഉണ്ടാവും പൈതഗോറസിൽ. ലാർജർ പ്രോബ്ലം ഉണ്ടാവും, സ്മോളർ പ്രോബ്ലം ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. എ ബി സി ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ വിത്ത് എ ബി സി ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ വിത്ത് എ സി is equal to ബി സി. എ സി is equal to ബി സി. എ സി is equal to ബി സി. ദെൻ എ ബി സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ. ഇഫ് എ ബി സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ അവർ പറഞ്ഞതാണ്. ഇഫ് എ ബി സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ. പ്രൂവ് ദാറ്റ് എ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. പ്രൂവ് ദാറ്റ് എ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ABC AC ഈക്വൽ ടു BC ആണ്. ദെൻ ഈഫ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈഫ് AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എഴുതി വെക്കുക. AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ. AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയറിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം മക്കളെ? AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് എഴുതാം. രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്തു. AC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. അടുത്ത ലൈനിൽ AB സ്ക്വയർ ഈക്വൽ ടു AC യെ കൺവേർട്ട് ചെയ്തു BC. AC BC ഈക്വൽ ആണ്. BC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ബൈ പൈതഗോറസ് തിയറം ട്രയാങ്കിൾ ABC ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. പൈതഗോറസ് തിയറം ട്രയാങ്കിൾ ABC ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ചെറുതാതൊക്കെ കേട്ടോ, വളരെ ലൈറ്റായിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ആണ്. അതാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ചെറിയ പ്രോബ്ലമാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ. ABC ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2A. ABC ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2A. ഫൈൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ്. ഫൈൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ നോക്കുക, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് 2A, ഓൾ സൈഡ്സ് 2A, 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 ഓൾ സൈഡ്സ് 2A. ഫൈൻഡ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് കൺസ്ട്രക്ട് ചെയ്തു. ആൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ ബേസിനെ ബൈസെക്റ്റ് ചെയ്യും. A ആയിട്ട് ബൈസെക്റ്റ് ചെയ്തു. ദെൻ ആൾട്ടിറ്റ്യൂഡ് H ആക്കി എടുത്തു. ഹൈറ്റ് H ആക്കി എടുത്തു. ദെൻ ഹൈപ്പോട്ടനിസ് പൈതഗോറസ് തിയറം H സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു hypotenuse square minus base square 2A all square minus A square. H square equal to 4A square minus A square. H square equal to 3A square. H equal to root of 3A square. H equal to root 3A. H is equal to root 3A എന്നാണ് നമുക്ക് കിട്ടുന്നത്. H is equal to root 3A. Altitude of the equilateral triangle equal to root 3A. കിട്ടിയല്ലോ? കിട്ടി. അതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ഈ സെക്ഷൻ ഫിനിഷ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കോൺവേഴ്സ് പൈതഗോറസ് തിയറമായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരികയും ചെയ്യാം. എഴുതി വെക്കുക. എ ladder 10 meter long reaches a window 8 meter above the ground. 8 meter above the ground. Find the distance of the foot of the ladder. Find the distance of the foot of the ladder from base of the wall. From base of the wall. അപ്പോൾ ഇവിടെ ഒരു വാള്, ഗ്രൗണ്ട്, ലാഡർ. ലാഡർ 10 meter long. ലാഡർ 10 meter long. Then window height 8 meter. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫുട്ട് ഓഫ് ദി ലാഡർ ടു ബേസ് ഓഫ് ദി വാൾ. ബേസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റഫ് ഫിഗർ കൺസ്ട്രക്ട് ചെയ്യണം നമ്മൾ അല്ലേ. ലാഡർ ഒരു നെയിം ചെയ്യുക, ട്രയാങ്കിളിന് നെയിം ചെയ്യുക ABC. AC ഈസ് ദി ലാഡർ, AB ഈസ് ദി വാൾ ആൻഡ് BC ഈസ് ദി ഗ്രൗണ്ട്. BC ഗ്രൗണ്ട്, AC ലാഡർ, AB വാൾ. ദെൻ ഹൈറ്റ് ഓഫ് ദി വാൾ എത്രയാണ്? 8 meter. ലെങ്ത് ഓഫ് ദി ലാഡർ എത്ര? 10 meter. ബേസ്, ഫുട്ട് ബേസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ BC സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് AB സ്ക്വയർ ബൈ പൈതഗോറസ് തിയറം. BC സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. 100 മൈനസ് 64 36. BC is equal to root 36. Distance is equal to 6 meter. Distance equal to 6 meter അല്ലേ. നമ്മുടെ ഫുട്ട് ഓഫ് ദി ലാഡറും ഇതിൻ്റെ എൻഡ് ഓഫ് ദി വാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6 meter എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സാധാരണ 3 മാർക്കിന് ഉണ്ടാവാറുണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ആ പ്രാക്ടിക്കൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിഗർ കൺസ്ട്രക്ട് ചെയ്യണം. ആ ഫിഗറിലൂടെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടി ശ്രദ്ധിക്കുക എല്ലാവരും.
ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതാം. എ ഗൈ വയർ അറ്റാച്ച്ഡ് ടു എ വെർട്ടിക്കൽ പോൾ, എ ഗൈ വയർ GUY, എ ഗൈ വയർ അറ്റാച്ച്ഡ് ടു എ വെർട്ടിക്കൽ പോൾ of height 18 meter, height 18 meter, a gay wire attached to a vertical pole of height 18 meter is 24 meter long, is 24 meter long and has a stake attached to the other end, and has a stake attached to the other end, full stop. How far from the base of the pole should the stake be driven so that the wire will be taut, TAUT, the wire will be taut. ഗേ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേ വയർ പോലെ തന്നെ വലിച്ച് കിട്ടുന്ന വയർ, ഗേ വയർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പോൾ ഓഫ് ഹൈറ്റ് 18 മീറ്റർ, ഇവിടെ ഒരു സ്റ്റേക്ക് ഉണ്ട്, സ്റ്റേക്ക് മീൻസ് ഒരു കുറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്, അതിനെ വരിഞ്ഞ് കെട്ടിയിരിക്കുന്നു. 24 മീറ്റർ ലോങ് ആണ് അതിൻ്റെ വയറിൻ്റെ ലെങ്ത്ത്, ഹൈറ്റ് 18 മീറ്റർ ആണ്, ബേസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ അറിയാം, 24 meter hypotenuse and 18 meter height, then ABC is the triangle. BC തന്നെയാണ് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. BC is equal to root of 24 square minus 18 square. ഇവിടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് പ്രാക്ടീസ് ചെയ്യണം. 24 സ്ക്വയർ എത്രയാ, 576 minus 324, that's equal to 252 അല്ലേ. 252 കറക്റ്റ് റൂട്ട് ഉണ്ടോ, റാഷണലൈസ് ചെയ്യുക. 2 1 2 2 സാർ 4, ബാലൻസ് 1 6, 126, 2 63, 3 21, 3 7, that is 2 2 പെയർ ആക്കി എടുത്തു. 2 into 3 root 7, that is 6 root 7, ബേസ് ഈക്വൽ ടു 6 root 7. അപ്പോൾ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്ത് റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. മിസ്സിങ് സൈഡ്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ ഗേ വയർ എത്രയാണ് തന്നിരിക്കുന്നത്, 24, ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 18, ബേസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. യൂസിങ് പൈത്തഗോറസ് തിയറം നമ്മൾ എന്ത് ചെയ്തു, ബേസ് കാൽക്കുലേറ്റ് ചെയ്തു. പൈത്തഗോറസ് തിയറത്തിലൂടെ ബേസ് കാൽക്കുലേറ്റ് ചെയ്തു കണ്ടുപിടിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ കോൺസെപ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. ലാസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി എഴുതി നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. 2 poles of heights 6 meter and 11 meter, 6 meter and 11 meter stand on a plain ground, full stop. If the distance between the feet of the pole is, if the distance between the feet of the poles is 12 meter, find the distance between their tops. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2 pole of the heights, ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് 6ഉം ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് 11ഉം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ഫീറ്റ് 12 മീറ്റർ, ഒരെണ്ണം 6 ഒരെണ്ണം 11, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ഹൈറ്റ് ടോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു കൺസ്ട്രക്ഷൻ നടത്തി ABCDE ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ AE ആൻഡ് BD ആർ ദി 2 poles, ലെങ്ത് 6 meter ആൻഡ് 11 meter, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 poles 12 meter. ദെൻ നേരെ പാരലൽ സൈഡ് EC എത്രയായിരിക്കും, 12. AEയുടെ പാരലൽ വരുന്ന CB എത്രയായിരിക്കും, 6. ദെൻ റിമൈനിങ് പാർട്ട് CD 5. കറക്റ്റ് അല്ലേ, 12. ദെൻ ഓപ്പോസിറ്റ് പാരലൽ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്തു, റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തുണ്ടാക്കി അവിടെ ECD. ദെൻ A is equal to 6, BC is equal to 6, AB is equal to 12,
EC is equal to 12. Then remaining part CD 5. Then Pythagoras theorem, ED is equal to root of 12 square plus 5 square. 12 square എത്ര മക്കളെ? 144. 5 square എത്ര? 25. 169. That's equal to 13. Distance between their tops equal to 13. Distance between their tops equal to 13. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു തിയറത്തിനെ ബേസ് ചെയ്തൊരു 6, 7, 8 പ്രോബ്ലംസോളം നമ്മൾ ചെയ്തു. ഒരു തിയറമാണ്, ആകെ ഒരൊറ്റ തിയറം അപ്പം പഠിച്ചിരിക്കുന്നത് പൈതഗോറസ് തിയറം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കുള്ളത് കോൺവേഴ്സ് പൈതഗോറസ് തിയറമാണ്. വിദ്യാർത്ഥികളെ, നമുക്കിനി അടുത്ത ഒരു സെക്ഷനാണ്, അടുത്തൊരു തിയറം, ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ അടുത്തൊരു തിയറംസാണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. കോൺവേഴ്സ് പൈതഗോറസ് തിയറം. എല്ലാവരും സൈഡിൽ എഴുതി വെക്കുക. കോൺവേഴ്സ് പൈതഗോറസ് തിയറം. ഒരു പ്രോബ്ലം എഴുതി വെക്കുക, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കുക. എല്ലാവരും കോൺവേഴ്സ് പൈതഗോറസ് തിയറം എന്ന് എഴുതിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കുക. ഇൻ എ ട്രയാങ്കിൾ, കോമ, ഇഫ് സ്ക്വയർ ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു the sum of the squares of the other two sides, comma, then the angle opposite the first side is a right angle. First side is a right angle എന്നാണ് ആ തിയറം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം ഒരു ഒറിജിനൽ ഫിഗർ വരയ്ക്കുക. അതിനെ നെയിം ചെയ്യുക, ABC എന്ന് നെയിം ചെയ്യുക. ദെൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫിഗർ വരയ്ക്കുക. അത് ഒന്നുകിൽ പെന്ന് കൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. ദെൻ PQR ആണ് കൺസ്ട്രക്ഷൻ. BCയുടെ ലെങ്ത് തന്നെ QR, ABയുടെ ലെങ്ത് തന്നെ PQ. അത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ദിസ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നത് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 2 സൈഡ്സ് എന്ന് തന്നിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തേർഡ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യണം, അല്ലേ? ഇനി അതിനൊരു കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തി. എന്താ കൺസ്ട്രക്ഷൻ നടത്തിയത്? വയ്യാണ്ടത്. ഇപ്പോൾ വിദ്യാർത്ഥികളെ, ട്രയാങ്കിൾസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് കോൺവേഴ്സ് പൈതഗോറസ് തിയറം. അതിൻ്റെ പ്രൂഫും കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ തന്നെ ഫിനിഷ് ചെയ്തു. എല്ലാവരും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എഴുതി വെക്കുക. ഇൻ എ ട്രയാങ്കിൾ, if square of one side is equal to the sum of the squares of the other two sides, comma, then the angle opposite the first side is a right angle. The angle opposite the first side is a right triangle, അല്ല റൈറ്റ് ആംഗിൾ എന്ന് മതി, റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫിഗർ ആദ്യം നമുക്ക് ഫിഗർ വരയ്ക്കണം. ഓൾറെഡി ഒരു ഫിഗർ ചെയ്തു. ABC, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 2 sides ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി തേർഡ് സൈഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ. Then construct another right triangle PQR. അത് വേറെ കളറിലായിട്ട് വരയ്ക്കുക, വേറെ ഏതെങ്കിലും കളറിലായിക്കോട്ടെ. ദാറ്റ് മീൻസ് ഞാനിതിനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. നിങ്ങളതിനെ കളറ് മാറ്റി വരയ്ക്കുക. അത് പെന്ന് കൊണ്ട് വരയ്ക്കുക, ഒറിജിനൽ ഫിഗർ പെൻസിൽ കൊണ്ട് വരയ്ക്കുക. അപ്പോൾ 2 ഫിഗർ മനസ്സിലാവും. ദെൻ ABC ഈസ് എ ട്രയാങ്കിൾ. Sum of the squares of 2 sides equal to square of the third side. AB square plus BC square equal to AC square. Then construct another triangle right triangle PQR. The length of QR equal to BC and length of PQ is equal to AB. QRൻ്റെ ലെങ്ത്ത് BCക്ക് ഈക്വൽ ആയിട്ട് തന്നെ വരയ്ക്കണം.
എ ബിയുടെ ലെങ്ത്ത് പി ക്യൂവിന് ഈക്വലായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യണം. അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം എന്ന കേസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ദെൻ ഓക്കെ, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് എഴുതാം? ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ടു സൈഡ്സ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി തേർഡ് സൈഡ് അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ദി ലാർജർ സൈഡ് എന്ന് എഴുതി വെച്ചു. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ദെൻ കൺസ്ട്രക്ഷൻ, draw a right triangle PQR, the length QR equal to BC and PQ is equal to AB. കൺസ്ട്രക്ഷനും എഴുതി വെച്ചു. To prove angle B equal to 90. To prove angle B is equal to 90. പ്രൂഫാണ് പറയാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 1 ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതാം. ദെൻ സെക്കൻഡ് ഈസ് എ പി ക്യു ആർ ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അവിടെ നമുക്ക് എന്ത് എഴുതാം? പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ ഈക്വൽ ടു പി ആർ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 2 പൈത്തഗോറസ് തിയറം. ഇക്വേഷൻ നമ്പർ 2 പൈത്തഗോറസ് തിയറം ഫസ്റ്റത്തത് ഗിവൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ പി ക്യു ഈക്വൽ ടു എന്താണ്? എ ബി ആണ്. ദെൻ ബി സി ഈക്വൽ ടു എന്താണ്? ക്യു ആർ ആണ്. ബി സിയും ക്യു ആറിന് ലെങ്ത്തിന് ഈക്വലാണ്, എ ബി പി ക്യുവിന് ലെങ്ത്ത് ഈക്വലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവുകയാണ്. പി ക്യുവിന് പകരം ഞാൻ എ ബി എന്ന് എഴുതി, എ ബി സ്ക്വയർ നോക്കണേ, പ്ലസ് ക്യു ആറിന് പകരം ഞാൻ എന്ത് എഴുതി? ബി സി സ്ക്വയർ ഈക്വൽ ടു പി ആർ സ്ക്വയർ. ശരിയല്ലേ? അതിന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കുക പി ക്യു ഈക്വൽ ടു എ ബി, ക്യു ആർ ഈക്വൽ ടു ബി സി. കൺസ്ട്രക്ഷൻ നടത്തിയത് അങ്ങനെയാണ്, ഈക്വൽ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ എന്ത് കിട്ടി? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു പി ആർ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 3. ഫ്രം ഇക്വേഷൻ 1 and 3 ചെക്ക് ചെയ്താട്ടെ. 1ഉം 3യിലെയും എൽ എച്ച് എസ് രണ്ടും സെയിം അല്ലേ? ഫ്രം ഇക്വേഷൻ 1 and 3 എൽ എച്ച് എസ് ഈക്വൽ ആണ്. അപ്പോൾ ആർ എച്ച് എസ് എന്തായിരിക്കും? ഈക്വൽ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? എ സി സ്ക്വയർ ഈക്വൽ ടു പി ആർ സ്ക്വയർ, സ്ക്വയേഴ്സ് ആർ ഈക്വൽ, എ സി ഈക്വൽ ടു പി ആർ. അപ്പോൾ തേർഡ് സൈഡ് എ സി എന്ന് പറയുന്നതും പി ആർ എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. ആദ്യം പ്രൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷൻ നമ്പർ 1. In triangle PQR, constructed triangle PQR or right triangle PQR, PQ square plus QR square equal to PR square, that is Pythagoras theorem. Then PQ to convert to AB and QR to convert to BC. AB square plus BC square equal to PR square, equation number 3. From equation 1 and 3 we get LHS are equal, therefore RHS are equal. AC square equal to PR square, AC equal to PR. അവിടെ വെച്ചു എ സി ഇസ് ഈക്വൽ ടു പി ആർ. ദെൻ അടുത്ത ലൈനിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ, എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. എ ബി ഇസ് ഈക്വൽ ടു പി ക്യു കൺസ്ട്രക്ഷൻ, എ ബി ഇസ് ഈക്വൽ ടു പി ക്യു കൺസ്ട്രക്ഷൻ, ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ കൺസ്ട്രക്ഷൻ, ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ കൺസ്ട്രക്ഷൻ, എ സി ഇസ് ഈക്വൽ ടു പി ആർ, എ സി ഇസ് ഈക്വൽ ടു പി ആർ പ്രൂവ്ഡ്. നമ്മളിപ്പോൾ തൊട്ട മുകളിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രൂവ്ഡ് അല്ലേ? പ്രൂവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു പി ക്യു കൺസ്ട്രക്ഷൻ, ബി സി ഇസ് ഈക്വൽ ടു ക്യു ആർ കൺസ്ട്രക്ഷൻ, എ സി ഇസ് ഈക്വൽ ടു പി ആർ പ്രൂവ്ഡ്. ദെയർഫോർ 3 sides of triangle ABC are equal to 3 sides of triangle PQR. Therefore both the triangles are congruent. Equal മാത്രമല്ല, സിമിലർ മാത്രമല്ല, കോൺഗ്രുവൻ്റ് ആയിട്ട് മാറി അല്ലേ? ഈക്വൽ സൈഡ്സ് ആണ്. അപ്പോൾ SSS ക്രൈറ്റീരിയ, ട്രയാങ്കിൾസ് ആർ ബോത്ത് ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ്. എ ബി ഇസ് ഈക്വൽ പി ക്യു, ബി സി ഇസ് ഈക്വൽ ക്യു ആർ, എ സി ഇസ് ഈക്വൽ പി ആർ പ്രൂവ്ഡ് എബോ, തൊട്ട മുകളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബൈ SSS തിയറം ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ പി ക്യു ആർ. എങ്ങനെ എഴുതുക? കോൺഗ്രുവൻറ്റിൻ്റെ സിമ്പിൾ എങ്ങനെയാണ് മക്കളെ? ഇങ്ങനെ എഴുതി ഒരു വേവ്സ് ഇട്ട് ട്രയാങ്കിൾ പി ക്യു ആർ. അങ്ങനെ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും അല്ലേ? ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ്, കറസ്പോണ്ടിങ് പാർട്സ് ആർ ഈക്വൽ, CPCT ഒക്കെ പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ, ആംഗിൾ പി, ആംഗിൾ ആർ, ആംഗിൾ സി, ആംഗിൾ ക്യൂ, ആംഗിൾ ബി. ദെയർഫോർ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു, ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 90 അല്ലേ?
ആംഗിൾ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി. ഹെൻസ് പ്രൂവ്ഡ്. പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺവേഴ്സ് പൈത്തഗോറസ് തിയറം. കോൺവേഴ്സ് പൈത്തഗോറസ് തിയറത്തിൽ എന്താ പറയുന്നത്? സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ടു സൈഡ്സ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി തേർഡ് സൈഡ്. ദെൻ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദി ഫസ്റ്റ് സൈഡ്സ് ആർ റൈറ്റ് ആംഗിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സം ഓഫ് ദി സ്ക്വയേഴ്സ് എ ബി സി, ആദ്യം ഒന്നുകൂടി പറയാമെന്ന്. ട്രയാങ്കിൾ എ ബി സി construct another triangle, right triangle PQR, PQ is equal to length AB, QR equal to length BC. Then construction ഒക്കെ നടത്തി. In triangle ABC given statement AB square plus BC square equal to AC square, equation number 1 given ആണത്, തന്നിട്ടുണ്ട്. Then Pythagoras theorem PQ square plus QR square equal to PR square, equation number 2. Then convert it to PQ AB ആയിട്ട് മാറ്റി, QR to convert to BC. Then AB square plus BC square equal to PR square. From 1 and 3, equation 1ഉം 3ഉം സെലക്ട് ചെയ്തപ്പോൾ AC square equal to RHS are equal, AC equal to PR, third sides are equal. Then consider triangle ABC and triangle PQR. ABC equal PQ, BC equal QR, എന്താണത്? construction. AC equal PR, proved. Therefore, by SSS criteria, both the triangles are equal or congruent. Then corresponding angles are equal. Angle B equal to angle Q. Therefore, angle B is equal to 90 degree. Q already 90 ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ബി എത്ര വന്നു? 90 ഡിഗ്രി. ഇതാണ് കോൺവേഴ്സ് പൈതഗോറസ് തിയറം. അപ്പോൾ പൈതഗോറസ് തിയറം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിന് കോൺവേഴ്സ് ആയിട്ട് വരുന്ന പൈതഗോറസിൻ്റെ കോൺവേഴ്സ് തിയറമാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രൂഫ് എഴുതി വെച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. രണ്ടും തിരിച്ചും മറച്ചിട്ടും വരുന്ന ക്വസ്റ്റ്യനാണ്. പ്രാക്ടീസ് കൂട്ടിക്കൊണ്ടേയിരിക്കണം. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാ പ്രോബ്ലംസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ക്വസ്റ്റ്യൻ എഴുതി നമുക്ക് ഈ ടോപ്പിക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. എഴുതി വെക്കുക. പ്രൂവ് ദാറ്റ് the sum of the squares of the sides of a rhombus, squares of the sides of a rhombus is equal to the sum of the squares of its diagonal. ഒരു റോംബസ് വരയ്ക്കും എല്ലാവരും. What is mean by rhombus? Rhombus is a 4-sided closed figure. All sides are equal. Diagonals are perpendicular bisector. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. Diagonals are perpendicular bisector. Then ABCD is a rhombus. AC and BD are diagonal, intersect at point O or perpendicular bisector. Then നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് സൈഡ്സ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയഗണൽ. സം ഓഫ് ദി സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയഗണലിൻ്റെ, അതായത് AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഗിവൺ ABCD ഈസ് എ റോംബസ്. ദ ഡയഗണൽസ് AC and BD ബൈസെക്ട് പെർപെൻഡിക്കുലർലി. ദെൻ കൺസിഡർ ട്രയാങ്കിൾ AOD. ഫസ്റ്റ് ട്രയാങ്കിൾ AOD എടുത്തു. പൈതഗോറസ് യൂസ് ചെയ്യുക. AD square is equal to OA square plus OD square, equation number 1. Then consider triangle AOB. AB square equal to OA square plus OB square, equation number 2. Then consider triangle BOC. BC square equal to OC square plus OB square, equation number 3. Then consider triangle COD. Fourth triangle എടുത്തു. CD square equal to OC square plus OD square, equation number 4. 4 റൈറ്റ് ട്രയാങ്കിൾ സെലക്ട് ചെയ്തു. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. AB സ്ക്വയർ, BC സ്ക്വയർ, CD സ്ക്വയർ, AD സ്ക്വയർ, ഇക്വേഷൻ 1, 2, 3, 4 കാൽക്കുലേറ്റ് ചെയ്തു കേട്ടോ. അതിൽ തർക്കമില്ലല്ലോ, സംശയമില്ലല്ലോ, ഇല്ല. ദെൻ സം ഓഫ് ഓൾ ഇക്വേഷൻ സം ചെയ്യുക. ഫ്രം സം ഇക്വേഷൻ 1, 2, 3 and 4 സം ചെയ്തു. അപ്പോൾ സം ചെയ്തപ്പോൾ എന്താ കിട്ടുക? കുറച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. AB സ്ക്വയർ പ്ലസ് AD സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. ലെഫ്റ്റ് LHS ഫുൾ ആഡ് ചെയ്തു.
റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നോക്കുക, ഒ എ സ്ക്വയർ 2 ടൈംസ് ഉണ്ട്. അപ്പോൾ എന്ത് വന്നു? 2 OA സ്ക്വയർ. ഒ ബി സ്ക്വയർ 2 ടൈംസ് ഉണ്ട്, 2 OB സ്ക്വയർ. ഒ സി സ്ക്വയർ 2 ടൈംസ് ഉണ്ട്, 2 OC സ്ക്വയർ. ഒ ഡി 2 ടൈംസ് ഉണ്ട്, 2 OD സ്ക്വയർ. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന 8 പാർട്ടിനെ 4 പാർട്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ലെഫ്റ്റ് സൈഡ് എന്താണ്? സം ഓഫ് ദി സ്ക്വയർ ഓഫ് സൈഡ്സ്. റൈറ്റ് സൈഡ് 2 OA സ്ക്വയർ, 2 OB സ്ക്വയർ, 2 OC സ്ക്വയർ, 2 OD സ്ക്വയർ, എല്ലാം 2 ടൈംസ് ഉണ്ട്. ദെൻ ഒ എ ഈക്വൽ ടു ഒ സി ആണ് അല്ലേ? ഒ എസ് ഈക്വൽ ടു ഒ സി ആണ്. അപ്പോൾ 2 OA സ്ക്വയർ എന്ന് പറഞ്ഞാലും 2 OC സ്ക്വയർ എന്ന് പറഞ്ഞാലും എന്താണ്? രണ്ടും സെയിം ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഞാൻ അതേ ലെഫ്റ്റ് സെയിം ആയിട്ട് എഴുതി. എ ബി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഈക്വൽ ടു 2 OA സ്ക്വയർ ആൻഡ് 2 OC സ്ക്വയർ ജോയിൻ ചെയ്തിട്ട് 4 OA സ്ക്വയർ എന്ന് എഴുതി. ശരിയാണോ? എന്തുകൊണ്ടാണ്? ഒ എസ് ഈക്വൽ ടു ഒ സി. ഒ എസ് ഈക്വൽ ടു ഒ സി. 2 OA സ്ക്വയർ പ്ലസ് 2 OC സ്ക്വയർ 4 OA സ്ക്വയർ എന്ന് എഴുതി, അല്ലെങ്കിൽ ഒ സി സ്ക്വയർ എന്ന് എഴുതി, ഏതും എഴുതാം. 4 OA സ്ക്വയർ പ്ലസ് 2 OB 2 OD. ഇതാ ഒ ബി ഈക്വൽ ടു ഒ ഡി. എന്താണ്? ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. പഠിച്ചിട്ടില്ലേ? അപ്പോൾ 2 OB സ്ക്വയർ 2 OD സ്ക്വയറിന് ഞാൻ എന്ത് എഴുതി? 2 + 2 4 OB സ്ക്വയർ എന്ന് എഴുതി. 4 OB സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡ് സം ഓഫ് ദി 4 സൈഡ്സ്, സ്ക്വയർസ് ഓഫ് ദി 4 സൈഡ്സ് ആയിട്ട് വന്നു. റൈറ്റ് സൈഡ് 2 OA സ്ക്വയർ പ്ലസ് 2 OC സ്ക്വയർ ഈക്വൽ ടു 4 OA സ്ക്വയർ. ബിക്കോസ് OA ഈക്വൽ ടു OC. ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. OA OC ഈക്വൽ ആണ് 4 OA സ്ക്വയർ. OB OD ഈക്വൽ ആണ്, ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ, 4 OB സ്ക്വയർ. LHS അങ്ങനെ തന്നെ എഴുതി. എ ബി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഈക്വൽ ടു 4 OAനെ കൺവേർട്ട് ചെയ്തു 2 OA ഓൾ സ്ക്വയർ എന്ന് എഴുതി. 2 OA ഓൾ സ്ക്വയർ. 4 OA സ്ക്വയർ മീൻസ് 2 സ്ക്വയർ OA സ്ക്വയർ. അതാണ് 2 OA ഓൾ സ്ക്വയർ പ്ലസ് 4 OBനെ കൺവേർട്ട് ചെയ്തു 2 OB ഓൾ സ്ക്വയർ എന്നാക്കി. 2 OB ഓൾ സ്ക്വയർ. ഇനി ഫിഗറിലേക്ക് നോക്കൂ. 2 OA മീൻസ് എന്താ? OAൻ്റെ 2 ടൈംസ് OAൻ്റെ 2 ടൈംസ് എന്താ? AC. 2 OAക്ക് പകരം AC എന്ന് കൊടുത്തു, AC സ്ക്വയർ. 2 OB എന്താ നോക്ക്? 2 ടൈംസ് OB. 2 ടൈംസ് OB എന്താ? BD ആണ്, BD സ്ക്വയർ എന്ന് കൊടുത്തു. AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 4 സൈഡ്സ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 4 സൈഡ്സ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയഗണൽ. കിട്ടിയല്ലോ? അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞിരുന്നുള്ളൂ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇന്ന് ലോജിക് ഐഡിയ കിട്ടി. ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി കാൽക്കുലേറ്റ് ചെയ്തു, എ ഡി കാൽക്കുലേറ്റ് ചെയ്തു, ബി സി കാൽക്കുലേറ്റ് ചെയ്തു, സി ഡി കാൽക്കുലേറ്റ് ചെയ്തു. 4 ഇക്വേഷൻ ഫോം ചെയ്തു യൂസിങ് പൈത്തഗോറസ് തിയറം. Then adding 1 2 3 4 we get LHS sum of the squares of the sides, RHS 2 OA square 2 OB square 2 OC square 2 OD square. Then 2 OA and 2 OC convert to 4 OA square. 2 OB 2 OD convert to 4 OB square because diagonals are bisect each other. OA is equal to OC, then OD is equal to OB. Then 4 OA square to convert 2 OA all square. 2 OAയുടെ all square ആണ് 4 OA square. Then 2 OA is equal to AC. 2 OA is equal to AC. OAൻ്റെ ഡബിൾ ആണ് 2 OA, that is AC, diagonal AC. 2 OBൻ്റെ മീനിങ് എന്താണ്? OBയുടെ ഡബിൾ എന്നാണ് 2 OB. 2 OB എന്ന് പറഞ്ഞാൽ എന്താണ്? BD സ്ക്വയർ, that is equal to AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിക്കുക? ഇൻ എ റോംബസ് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 4 സൈഡ്സ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയഗണൽ. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 4 സൈഡ്സ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയഗണൽ. നല്ല ലോജിക് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി എഴുതുക. കോൺവേഴ്സ് പൈതഗോറസുമായി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതുക.
ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് വെച്ചോളെ. ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രൂവ് ദാറ്റ് 3 times the square of one side is equal to 3 times the square of one side is equal to 4 times the square of one of its altitude. 4 times the square of one of its altitude. അപ്പോൾ എല്ലാവരും നല്ല ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. ABC വരച്ചു. AE ഈസ് ദി ഓൾട്ടിറ്റ്യൂഡ്. സൈഡ് എ ആക്കി എടുത്തു. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എ. BE എന്ത് വരും? A/2 വരും. ഹാഫ് ദി ബേസിനെ ബൈസെക്റ്റ് ചെയ്യും. ദെൻ ട്രയാങ്കിൾ AEB, പൈതഗോറസ് തിയറം. AB സ്ക്വയർ ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് BE സ്ക്വയർ. AB എത്രയാണ് വരിക? A സ്ക്വയർ. AE അങ്ങനെ തന്നെ വെച്ചു, ഓൾട്ടിറ്റ്യൂഡ് അങ്ങനെ തന്നെ വെച്ചു. BE A/2 സ്ക്വയർ. A സ്ക്വയർ ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് A/2 സ്ക്വയർ എത്ര മക്കളെ? A സ്ക്വയർ ബൈ 4. A സ്ക്വയർ ബൈ 4 ലെഫ്റ്റിലേക്ക് മാറ്റുക. A സ്ക്വയർ മൈനസ് ആയി മാറി. ദാറ്റ് ഈസ് AE സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 4A സ്ക്വയർ മൈനസ് A സ്ക്വയർ ബൈ 4. ദാറ്റ് ഈസ് AE സ്ക്വയർ. 4A സ്ക്വയറിന് A സ്ക്വയർ പോയാൽ എത്രയാ? 3A സ്ക്വയർ. 3A സ്ക്വയർ ബൈ 4 ഈക്വൽ ടു AE സ്ക്വയർ. ദെൻ 4 റൈറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 3A സ്ക്വയർ ഈക്വൽ ടു 4AE സ്ക്വയർ. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ടൈംസ് ദി സ്ക്വയർ ഓഫ് സൈഡ് ഈക്വൽ ടു 4 ടൈംസ് ഇറ്റ് സ്ക്വയർ ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്. 3A സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ സൈഡ്. 3A സ്ക്വയർ ഈക്വൽ ടു 4AE സ്ക്വയർ. ദാറ്റ് ഈസ് 4 ടൈംസ് ദി സ്ക്വയർ ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കെല്ലാവരും. ABC is an equilateral triangle of side A. AE is the altitude. Then BE bisect ചെയ്തു A/2. Using Pythagoras theorem, AB square equal to AE square plus BE square. A square is equal to AE square plus A/2 whole square. A square is equal to AE square plus A square by 4. A square by 4 transpose left side, we get A square minus A square by 4 equal to AE square. Cross multiplication we get 4A square minus A square by 4, that's equal to AE square. 3A square by 4 is equal to AE square. 3A square equal to 4 into AE square. Last ഒരു conclusion എഴുതി വെക്കണം. 3 times the square of one side is equal to 4 times the square of its altitude. Hence proved. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സ്ക്വയർ ഓഫ് ദി സൈഡ് 3 ടൈംസ് ദി സ്ക്വയർ ഓഫ് സൈഡ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി കാണുകയാണ്. തിരഞ്ഞ് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. An aeroplane leaves an airport and flies due north at a speed of 1000 km per hour. 1000 km per hour. At the same time, another aeroplane leaves the same airport and flies due west at a speed of 1200 km per hour. How far apart will be the two planes after 1.5 hours? അപ്പോൾ ഒരു റഫായിട്ടൊരു ഫിഗർ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഒരു നൊട്ടേഷൻ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്. ഫസ്റ്റ് മൂവ് ചെയ്യുന്നത് എവിടേക്കാണ് പറഞ്ഞിരിക്കുന്നത്?
നോർത്തിലേക്ക്, ദെൻ അടുത്തത് ഏതിലേക്കാണ് മൂവ് ചെയ്യുന്നത്? അറ്റ് ദി സെയിം ടൈം എയർപോർട്ട് സെൻട്രലാണ് വരുന്നത് വെസ്റ്റിലേക്കുള്ള സ്പീഡ് എത്രയാണ്? 1200. ഇവിടേക്കുള്ള സ്പീഡ് എത്രയാണ്? നോർത്തിലേക്കുള്ള സ്പീഡ് 1000 ആയിട്ടാണ് ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നോർത്തിലേക്ക് 1000 km/h സ്പീഡിൽ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റാണിത്. വെസ്റ്റിലേക്ക് 1200 km/h. ദെൻ 1.5 hours ഇവർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അതായത് ഈ ഡിസ്റ്റൻസ് ഹൈപ്പോടെന്നസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഫിസിക്സ് റിലേറ്റഡ് പ്രോബ്ലം ആണ്. 1000 km, ഇപ്പോൾ സ്പീഡാണ് 1000 km/h. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത്രയും ഡിസ്റ്റൻസ് കാണണം, ആൾട്ടിറ്റ്യൂഡ് കാണണം, ബേസ് കാണണം. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. നോർത്തിലേക്കുള്ള സ്പീഡ് എത്ര? 1000 ഇൻറ്റു ടൈം എത്ര? രണ്ടിലേക്കുള്ള ടൈമും 1.5 തന്നെയാണ്. 1000 ഇൻറ്റു 1.5. 1000 ഇൻറ്റു 3/2 ദാറ്റ് ഇസ് ഈക്വൽ ടു കട്ട് ചെയ്തു 500. 1500 km. നോർത്തിലേക്ക് 1500 km. 1000 സ്പീഡിൽ പോകുമ്പോൾ 1.5 hours കൊണ്ട് 1 hourൽ 1000, 1.5 എത്ര? 1500. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 1000 ഇൻറ്റു 1.5, 1000 ഇൻറ്റു 3/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 1500 km. ദെൻ വെസ്റ്റിലേക്ക് പോകുന്നത് 1200 ഇൻറ്റു 1.5, 1200 ഇൻറ്റു 3/2 ദാറ്റ്സ് ഈക്വൽ ടു 600 ഇൻറ്റു 3, 1800 km. 1800 km വെസ്റ്റിലേക്ക്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനിസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1500 സ്ക്വയർ പ്ലസ് 1800 സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ എത്ര? 225. 440. 18 സ്ക്വയർ എത്ര? 324. 440 അല്ലേ? 800 വരുമ്പോൾ 1800 വരുമ്പോൾ 20 വരുമ്പോൾ 40 വരണം. 18ൻ്റെ സ്ക്വയർ 324. ഇത് ആഡ് ചെയ്താൽ എത്ര മക്കളെ വരുന്നത്? 54940 അല്ലേ? 549 പെർഫെക്റ്റ് റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് അതിന് റൂട്ട് കാണാൻ വേണ്ടി 549 ഇൻറ്റു 10,000 എന്ന് എഴുതിയിട്ട് റൂട്ടിൻ്റെ അകത്ത് ഇടുക. 10,000 റൂട്ട് നമുക്ക് അറിയാം 100 ആണെന്നറിയാം. 549 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക എല്ലാവരും. 549 3 ഡിവൈഡ് ചെയ്യുക 3 കൊണ്ട്. 1 24 8 3 അഗെയിൻ 3 6 1. ഇനി ഒന്നും പോകുന്നില്ലല്ലോ? ഇല്ല. അപ്പോഴെന്താ വരുന്നത്? 3 ഇൻറ്റു 61 ഇൻറ്റു 10,000. 3 ഡബിൾ വന്ന് അപ്പോൾ സ്ക്വയർ വന്ന് 10,000ൻ്റെ 100. 3 ഇൻറ്റു 100 റൂട്ട് 61. 300 റൂട്ട് 61 എത്ര കിട്ടി? 300 റൂട്ട് 61 ആണ് 1.5 hours ശേഷം 2 ഫ്ലൈറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എയർപോർട്ടിൽ നിന്ന് നോർത്തിലേക്ക് 1000 km/h, വെസ്റ്റിലേക്ക് 1200 km/h സ്പീഡിൽ. ദെൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. 1000 ഇൻറ്റു 1.5 ദാറ്റ് ഇസ് ഈക്വൽ ടു 1500. ദെൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 1800. യൂസിങ് പൈത്തഗോറസ് തിയറം വി ഗെറ്റ് വലിയൊരു നമ്പർ കിട്ടുന്നുണ്ട്. ആ നമ്പേഴ്സിന് റൂട്ട് കാണാൻ 549 ഇൻറ്റു 10,000. 10,000 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. 549 ഫാക്ടറൈസ് വി ഗെറ്റ് 3 റൂട്ട് 61. ദെൻ 100 ഇൻറ്റു 3 റൂട്ട് 61 ദാറ്റ് ഇസ് ഈക്വൽ ടു 300 റൂട്ട് 61. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറവും കോൺവേഴ്സ് പൈതഗോറസ് തിയറവും ഉൾപ്പെട്ട കുറച്ച് റിലേറ്റഡ് പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്ത് തിയറത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഡിസ്കഷനിൽ റിവിഷൻ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യും, കുറച്ച് എക്സ്ട്രാ പ്രോബ്ലത്തിൻ്റെ PDF തരും. അതൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.